ഹലോ, അസ്സലാമു അലൈക്കും. അങ്ങനെ ബിരിയാണിയെല്ലാം കഴിച്ച് മഗ്‌രിബ് ഓത്തെല്ലാം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വീണ്ടും പുറത്തിറങ്ങി. ഇത് അടുത്ത വീട്ടിലൊരു കല്യാണ വീടാണ് കേട്ടോ. അടുത്ത് തന്നെ ഒരു കല്യാണമുണ്ട്. പുറത്തിറങ്ങിയപ്പോൾ ഇവർക്ക് കോൾ വന്ന് ഷോപ്പിൽ നിന്ന് എന്തോ സാധനം എടുത്തിട്ട് വീട്ടിൽ കൊടുക്കണമെന്ന്. അതാ വീട്ടിൽ കൊടുത്ത് കഴിഞ്ഞിട്ട് നേരെ ആമിനെ പോയി മദ്രസയിൽ നിന്ന് എടുത്ത് കൂട്ടി. എനിക്കൊരു പാത്രം വാങ്ങാനുണ്ടായിന്. അതിന് വേണ്ടി ഒരു ഷോപ്പിൽ കയറി. ഷോപ്പിൽ അനവധി പാത്രങ്ങളുണ്ട്, പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചതില്ല. പിന്നെ വിലയും ഭയങ്കര വില. അങ്ങനെയെല്ലാം അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നെസ്റ്റോലെല്ലാം കയറി അത്യാവശ്യ സാധനങ്ങളെല്ലാം വാങ്ങി. എന്താണോ വീട്ടിൽ നിന്ന് ഉദ്ദേശിച്ചിറങ്ങിയത് അതുമാത്രം കിട്ടിയിട്ടില്ല. ബാക്കി കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി വീടെത്തി. നല്ലോണം ലേറ്റായി വീടെത്തുമ്പോൾ. രാവിലെ ദോശയൊക്കെ ഉണ്ടാക്കി സാമ്പാറിലൊന്ന് ചൂടാക്കിയെടുത്ത്. പിന്നെ ഉച്ചക്കത്തെ ബിരിയാണി കുറച്ച് ബാക്കിയുണ്ടായിനി, അതും ചൂടാക്കിയെടുത്ത്. പിന്നെ ബിരിയാണി വേണ്ടാത്തവർ ഓറഞ്ച് ജ്യൂസെല്ലാം കഴിച്ച് അങ്ങനെ രാത്രിയത്തെ കാര്യം അങ്ങനെ ആക്കി. എന്നിട്ട് പിന്നെ ഓറഞ്ച് എല്ലാം കുറച്ചിങ്ങനെ നിലത്തെല്ലാം ഊറ്റിയിട്ട് പറ്റുന്നുണ്ടായിന്. അതെല്ലാം ഒന്ന് തുടച്ചെടുത്ത് ബെഡെല്ലാം ഒന്ന് മാറ്റി വിരിച്ച് കുറച്ച് നല്ല സ്മെല്ലെല്ലാം ഇങ്ങനെ പുകയിച്ച് അതെല്ലാം കഴിഞ്ഞ് തിരുമ്പിയ തുണിയെല്ലാം ആറിയിട്ട്. നമ്മൾ ചെറുപ്പത്തിലെല്ലാം വീട്ടിലെപ്പോൾ മഗ്‌രിബിന് ഇങ്ങനെ ഊതുവത്തിയെല്ലാം കുറച്ച് നല്ല സ്മെല്ലുണ്ടാവും. ഇപ്പോൾ ഊതുവത്തിയൊന്നും കാണൽ പോലും ഇല്ല ഞാനൊന്നും. ഇങ്ങനെ എപ്പോഴെങ്കിലും ഈ പുകയിടും. അങ്ങനെ എല്ലാത്തിനും എൻ്റെ കൂടെ എൻ്റെ ആളെ ഹെൽപ്പുണ്ട് കേട്ടോ. അത് എൻ്റെ കല്യാണം കഴിഞ്ഞ നാൾ തൊട്ട് ഇന്ന് വരെ അൽഹംദുലില്ലാ ആ ഹെൽപ്പ് അന്നും ഇന്നും ഉണ്ട്, മാഷാ അല്ലാഹ്. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് കിടന്നുറങ്ങി. ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ നല്ലതോ മോശമോ എന്തോ കമൻറ്റിലൂടെ അറിയിക്കണം. താങ്ക് യു.